ശിവക്ഷേത്രത്തിൽ ദിലീപ് ദർശനം നടത്തി എന്ന അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുറ്റവിമുക്തനാക്കിയ ശേഷം ദിലീപ് ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുകയാണ്. ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന വേളയിൽ അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയിരിക്കുന്നു. അതിൽ എന്താണ് കോടതി പറയാൻ പോകുന്നത്? കോടതിയുടെ വിധിന്യായം വിശദമായി തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അത് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതോടെ തന്നെ അതും പുറത്തു വരും. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ദിലീപ് ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്നത് കൂട്ടബലാത്സംഗ കുറ്റം തെളിഞ്ഞിട്ടുണ്ട്, അതിൽ പരമാവധി ശിക്ഷ നൽകണം എന്നതാണ്, ജീവപര്യന്തം നൽകണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോടതിയിൽ ചില പ്രതികൾ, അതായത് പ്രദീപ് മാർട്ടിനും പൊട്ടിക്കരയുന്നു. വീട്ടിൽ ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റാരും അത്താണിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണം. പഠിച്ച കള്ളനാച്ചക്കൻ. പ്രതികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദം ആരംഭിച്ചിട്ടുണ്ട്. വിപിൻ സി വിജയൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിപിൻ, പരമാവധി ശിക്ഷ നൽകണമെന്ന് പറയുന്നു, കൂട്ടബലാത്സംഗ കുറ്റം തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ജീവപര്യന്തം ശിക്ഷ എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. അനുജ, ഇവർക്ക് ചുമത്തിയതിൽ ഏറ്റവും വലിയ കുറ്റം കൂട്ടബലാത്സംഗമാണ്. ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റം കൂട്ടബലാത്സംഗമാണ്. അതിൽ 20 വർഷമാണ് ശിക്ഷ. ഈ മീശി വെച്ചിനി കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. ആ കുറ്റബലാത്സംഗം തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 20 വർഷത്തെ തടവ് അല്ലെങ്കിൽ ജീവപര്യന്തം, അതായത് മരണം വരെ ജയിലിലിടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. 376D, അതായത് 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ലഭിക്കാവുന്ന കൂട്ടബലാത്സംഗം ഈ കേസിൽ തെളിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇല്ല. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.